ഇന്ന് 1200-ാം ആണ്ട് ചിങ്ങം 1 കഴിഞ്ഞു. പ്രതീക്ഷകളുടെ ഒരാണ്ടിന് നമുക്കറിയാം, കഴിഞ്ഞ കർക്കിടകവും നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളുടേതായിരുന്നു. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി, ഒരുപാട് സഹോദരങ്ങൾ നമ്മളെ വിട്ടുപോയി അപ്രതീക്ഷിതമായി. പക്ഷെ എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷകളാണ്. ഓരോ ദിവസവും നമ്മൾ അങ്ങനെയാണ് തുടങ്ങുന്നതെങ്കിൽ പോലും ഈ ഒരു ചിങ്ങപ്പുലരിയിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ചിങ്ങം ഒരിക്കലും നമ്മളെ ചതിച്ചിട്ടില്ല. അതിജീവിക്കാം എന്നുള്ളത്, പുതിയ ജീവിതത്തിലേക്ക് കടക്കാം എന്നുള്ളത്, പുതിയ പ്രതീക്ഷകളുടെ നാമ്പുകൾ കർഷകരാണ് അതിനൊരു പക്ഷെ തുടക്കമിടുന്നത്, അല്ലേ? എല്ലാ പ്രതീക്ഷകളും സമ്പൽ സമൃദ്ധിയുടെ ഉത്സവകാലം ഒരു വെളിപ്പാട് അകലെ എത്തിയെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ കർഷക ദിനവും. കർക്കിടകത്തിന്റെ ആകുലതകളെ അതിജീവിച്ച പുതുവത്സരത്തിന്റെ പൊൻപുലരിയെ വരവേറ്റ മലയാളികൾ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് വിരുന്നെത്തുന്ന മാസത്തിലെ ആദ്യ ദിനം ചിങ്ങം പിറന്നതോടെ കാർഷിക സമൃദ്ധിയും വിളവെടുപ്പും കൊയ്ത്തുത്സവവും ഒക്കെയായി വരും നാളുകൾ ഓണത്തിലമരും. ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് മലയാള നാട് ചിങ്ങമാസത്തെ വരവേൽക്കുന്നത്. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ പശ്ചാത്തലത്തിൽ കണ്ണീരണിഞ്ഞ് നിൽപ്പുണ്ട്. നമുക്ക് പ്രത്യാശിക്കാം, എല്ലാം അതിജീവിച്ച് പഴമയുടെ മധുരം മലയാള നാട് തിരിച്ചു പിടിക്കുമെന്ന എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. കർഷക ദിനാശംസകൾ. കർഷകർക്കൊപ്പം ജനം TV.